ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ആഗസ്റ്റ് മാസഫലം വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആഗസ്റ്റ് മാസം എങ്ങനെയാകും. ഇപ്പോൾ നമ്മൾ ഈ ആഗസ്റ്റ് മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് വൃശ്ചികക്കുറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ആരോഗ്യം, തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, ധനസ്ഥിതി, അതുപോലെ വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതു നിരീക്ഷണമാണ്, ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. അതേസമയം വൃശ്ചികക്കുറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ്, അവർക്കിപ്പോൾ നടക്കുന്ന ദേശാപകാരം, ഛിദ്രമൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ്, അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വൃശ്ചികക്കുറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശ്യാധിപനും അല്ലെങ്കിൽ ലഗ്നരാശ്യാധിപനായിട്ടുള്ള കുജൻ, ആ കുജൻ 7 സ്ഥിതി ചെയ്യുന്നു. ഗുരുവുമായിട്ട് യോഗം ചെയ്ത് ഗുരുമംഗളയോഗം 7 ഉള്ള സമയമാണ്. ആ ജന്മരാശിയിലേക്ക് ആ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. അതിനാൽ ആരോഗ്യസ്ഥിതി പൊതുവെ നോർമലായിരിക്കും, പൊതുവെ സുരക്ഷിതമായിട്ടുള്ള ഒരവസ്ഥയാണ് കാണുന്നത്. 26 മുതൽ ആ കുജൻ അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. ജന്മരാശ്യാധിപൻ 8ലേക്ക് രാശി മാറുന്നു. അപ്പോൾ അവസാന വാരമൊക്കെ ആകുമ്പോൾ പൊതുവെ നമ്മളെ യാത്രകളിൽ, ഡ്രൈവിങ്ങിലൊക്കെ ഒരു കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോകണം. അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, അത് ഇഞ്ചുറി ഉണ്ടാകാവുന്ന വർക്കൊക്കെ ആണെങ്കിൽ അതിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം. അതേസമയം അഷ്ടമത്തിലേക്കൊക്കെ ഈ ലഗ്നാധിപൻ വരുമ്പോൾ ചിലർക്ക് എന്തെങ്കിലും ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ 4 ശനിയുണ്ട്, ശനി സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ശനിയാണെങ്കിൽ വായുകാരകനായിട്ടുള്ളൊരു ഗ്രഹവും കൂടിയാണ്. അപ്പോൾ ദഹന സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശനി ഇപ്പോൾ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ മാനസികമായിട്ട് പൊതുവെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഒക്കെ ഉള്ളവർക്ക് അത് കുറയുന്നതിന് ആ 4 വക്രശനി സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യത്തെ 2 വാരം ഭാഗ്യസ്ഥാനത്താണ്. അതിനുശേഷം ആ സൂര്യൻ കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട്. ഇപ്പം കർമ്മകാരകൻ ശനിയാണെങ്കിൽ 10 ദൃഷ്ടി ചെയ്യുന്നുണ്ട്, വക്രദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ കുജൻ്റെ ദൃഷ്ടിയും കർമ്മസ്ഥാനത്തുണ്ട്. അപ്പോൾ തൊഴിലിൽ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പം ചിലർക്ക് തൊഴിലിൽ ഭാഗ്യാനുഭവം ഉണ്ടാകാനും ആദ്യത്തെ 2 ആഴ്ച അതിന് ഉള്ളൊരു ഭാഗ്യാനുഭവം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ സ്ഥാനക്കയറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ മാറ്റം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. 16-ന് ശേഷം അത് പൊതുവെ കർമ്മ സ്ഥാനം എന്ന് പറയുന്നത് വളരെ ശക്തമാകുന്ന ഒരു സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ ഈ തൊഴിലിലെ ഉയർച്ച, പ്രൊമോഷൻ, ഉയർന്ന അധികാരങ്ങൾ, ശമ്പള വർധനവ്, ഇതിനൊക്കെ സാധ്യതയെന്ന് പറയുന്നത് 16-ന് ശേഷമാണ്. കാരണം കർമ്മഭാവാധിപൻ കർമ്മസ്ഥാനത്ത് ബലവാനായിട്ട് വരുന്നു. ഇപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിച്ച് പോകും. 10 ബുധൻ വക്രത്തിലായത് കൊണ്ട് ഈ തൊഴിലിടത്ത് മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. കാരണം കർമ്മസ്ഥാനത്ത് ആ ബുധൻ വക്രത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ അത് ചിലപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. അതുകൊണ്ട് കഴിവതും തർക്കങ്ങളൊക്കെ ഒഴിവാക്കി പോകണം. കൂടുതൽ അച്ചടക്കമൊക്കെ പാലിച്ച് പോകുന്നത് നല്ലതാണ്. അതുപോലെ ഈ തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതിയാണ്. അവർക്ക് തൊഴിലിൽ ഭാഗ്യാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൃശ്ചികമാസം അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു മാസമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചിലർക്കാണെങ്കിൽ ജീവിത പങ്കാളിക്ക് തന്നെ
തൊഴിലിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ജോലി ഇല്ലാത്ത ജീവിത പങ്കാളിയാണെങ്കിൽ ജീവിത പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ളൊരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് 16-ന് ശേഷം തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പൊതുവെ തൊഴിൽ ഭാഗ്യത്തിൻ്റെ സമയമാണ് എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ കർമ്മസ്ഥാനത്താണ്. അപ്പോൾ 7-ലാണെങ്കിൽ കുജനും ഗുരുവുമായിട്ടുള്ള ആ ഗുരുമംഗള യോഗം. അപ്പോൾ ബിസിനസ് കാരകൻ ബുധനാണെങ്കിൽ 10-ല് വക്രത്തിലാണ്. എങ്കിലും ബുധൻ ശുക്രൻ്റെ കൂടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ബിസിനസ്സിലൊക്കെ പുരോഗതി ദൃശ്യമാകും, ധനനേട്ടമൊക്കെ ഉണ്ടാകും, ലാഭവർദ്ധനവൊക്കെ ഉണ്ടാകും. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ലാഭവർദ്ധനവ് ഉണ്ടാകണമെന്നില്ല. ബിസിനസ്സുകാരൻ വക്രത്തിൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ നമുക്ക് ബിസിനസ് എക്സ്പാൻഷനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ അതിനുള്ള പ്ലാനും തന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിക്കുന്നതിന് അനുകൂല സമയമാണ്. 25-ന് ആ ശുക്രൻ നീചരാശിയിലേക്ക്, അതായത് 11-ലേക്ക് രാശി മാറുന്നു. അതുപോലെ കുജനും ആ 11-ല് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ ഗുരു ആണെങ്കിൽ ഗുരുദൃഷ്ടിയും 11-ല് ഉണ്ട്. അപ്പോൾ ബിസിനസ് പ്ലാനിലും തന്ത്രങ്ങളിലുമൊക്കെ മാറ്റം വരുത്തുന്നതിനും അതുപോലെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഉള്ളൊരു ശ്രമമൊക്കെ ആ സമയത്ത് ഉണ്ടാകും. അതുപോലെ വിദേശ വിപണനം നടത്തുന്നവർക്ക് ബിസിനസ് എക്സ്പാൻഷനും അതുപോലെ പുതിയ വിപണികളൊക്കെ കണ്ടെത്തുന്നതിനും കരാറുകളിൽ ഏർപ്പെടുന്നതിനും കരാറുകളിൽ പെടുന്നതിനുമൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2-ഉം 5-ഉം ഭാവാധിപൻ ഗുരുവാണ്. ആ ഗുരുവാണെങ്കിൽ ലഗ്നാധിപനോടൊപ്പം 7-ല് സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെയും കുജൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠനത്തിലെ ഒരു മികവ്, പഠനത്തിൽ അക്കാഡമിക് തലത്തിലൊക്കെ ഒരു നല്ല പെർഫോമൻസിനൊക്കെ വഴിതെളിക്കും. അറിവ് കൂടുന്നതിന്, കൂടുതൽ ജ്ഞാനം ആർജിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ആ ഗുരുവിൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടി. അതേസമയം 4-ല് ശനി ഉള്ള സമയമാണ്. ശനി വക്രത്തിലാണ്, എങ്കിലും 4-ലെ ശനി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒക്കെ ചിലർക്ക് പഠനത്തിലൊക്കെ ഒരു ആലസ്യമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഈ കുറുകാരുടെ ഭാഗത്ത് വേണം. അപ്പോൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവർക്ക് പൊതുവെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന മാസമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ പരീക്ഷകളിലൊക്കെ അവർക്ക് ഉയർന്ന തലത്തിലുള്ളൊരു സ്കോറൊക്കെ കരസ്ഥമാക്കാനൊക്കെ സാധിക്കും. ഇപ്പം 5-ലൊക്കെ രാഹു ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് പഠനത്തിൽ ഒരു കൺഫ്യൂഷൻ, അതുപോലെ തന്നെ ഒരു ചിലപ്പോൾ ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അവയിൽ നമ്മൾ ശ്രദ്ധിക്കണം. ബുധനും പ്രത്യേകിച്ച് 9-ല് വരുന്നുണ്ട് വക്രത്തിൽ. അപ്പോൾ അത് ഈ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് 22 മുതലൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പം പഠനത്തിൽ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ തൃപ്തനാണെന്ന ഒരു തോന്നൽ, നമുക്കെല്ലാം അറിയാം. എല്ലാത്തിലും ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ വച്ച് പുലർത്താൻ പാടില്ല. അപ്പം നമ്മൾ അമിതമായിട്ടുള്ള വിശ്വാസമൊക്കെ അകറ്റി വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിച്ചു പോകാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് വേണം. ഓവർ കോൺഫിഡൻസ് വരുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ വിഷയങ്ങളൊക്കെ വായിക്കാതെ അത് റിവൈസ് ചെയ്യാതെ ഒക്കെ പോകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ 4-ലെ ശനിയും കൂടെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ആലസ്യമൊക്കെ ഇവിടെ വരാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്ന് കെയർ കൊടുത്ത് പോകണം, വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കണം. അതുപോലെ വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. ഇപ്പോൾ സൂര്യൻ്റെയൊക്കെ 9-ലെ സ്ഥിതി, 9-ലെയും അതുപോലെ 10-ലെയൊക്കെ സ്ഥിതി, അതൊക്കെ ഈ പഠനത്തോടൊപ്പം തന്നെ തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യം കൂടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ധനസ്ഥിതി നോക്കാം. ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനഭാവാധിപനും ധനകാരകനുമായിട്ടുള്ള ഗുരു 7-ലാണ്. ആ ഗുരു ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ 11-ാം ഭാവാധിപൻ ബുധൻ, ആ ബുധനാണെങ്കിൽ 10-ലാണെങ്കിലും വക്രത്തിലാണ്. അപ്പോൾ ബുധശുക്ര യോഗമൊക്കെ ആ 11-ല് ഉണ്ട്. അപ്പോൾ അതുപോലെ ബുധശുക്ര യോഗമൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ധനാഗമം കൂടുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ 11-ല് കേതു ഉള്ള സമയമാണ്. അപ്പോൾ 11-ലേക്ക് പ്രത്യേകിച്ച് ധനഭാവാധിപൻ അതുപോലെ ധനകാരകനായിട്ടുള്ള ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി 11-ലുണ്ട്.
അപ്പോൾ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ള സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 11 ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ, അതുപോലെ അവസാന വാരമൊക്കെ ആകുമ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള കുജൻ്റെയൊക്കെ ദൃഷ്ടിയും ആ 11 വരുന്നുണ്ട്. അപ്പം അതൊക്കെ പ്രത്യേകിച്ച് വിവിധ സോഴ്സുകളിൽ നിന്ന് ധനനേട്ടം ഉണ്ടാകുന്നതിൻ്റെ ഒരു സൂചന കാണിക്കുന്നുണ്ട്. അവസാന വാരമൊക്കെ ആവുമ്പോൾ ഈ 6ാം ഭാവാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് അത് ഒരു വിപരീത രാജയോഗവും കൂടെയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കടബാധ്യതയൊക്കെ ഉള്ളവർക്ക് ആ കടബാധ്യതയൊക്കെ കുറയ്ക്കാൻ ആ അഷ്ടമത്തിലെ ആ കുജന് കഴിയും. അതുപോലെ കുജൻ അവസാന വാരമൊക്കെ ആ 11 ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അതും ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ 12ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും 11 അവസാന വാരം വരുന്നുണ്ട്. അപ്പോൾ അവയൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിൻ്റെ സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ ധനനേട്ടത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അതേസമയം നമ്മൾ സ്പെൻഡിങ്ങിൽ ഒരു കെയർ വേണം. അവസാന വാരമൊക്കെ ആ ശുക്രനൊക്കെ ഈ പ്രത്യേകിച്ച് നീചസ്ഥിതിയിലൊക്കെ വരുന്ന ഒരു അവസ്ഥയും കൂടെ ആണ്. അപ്പോൾ നമ്മൾ ഒരു ചെലവിലൊക്കെ കെയർ ചെയ്ത് പോകുന്നത് നല്ലതാണ്. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ 7ാം ഭാവാധിപൻ ശുക്രൻ 10ലാണ്. ഇപ്പം വിവാഹം പ്രത്യേകിച്ച് 7ാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം കർമ്മസ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് തൊഴിലുള്ള ഒരു ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനുള്ള ഒരു സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. ലഗ്നാധിപൻ ഗുരുവുമായിട്ടൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ് 7. അപ്പോൾ ഒരു ഗുരുമംഗള യോഗം ആ 7ാം ഭാവരാശിയിലുണ്ട്. അപ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ചിലർക്ക് അവരുടെ തൊഴിലിടത്തുനിന്ന് തന്നെ ചിലപ്പോൾ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള ഒരു സാഹചര്യം കൂടെ കാണുന്നുണ്ട്. 5 രാഹു ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ ഈ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കെയർ വേണം. പെട്ടെന്ന് സഡനായിട്ടുള്ള ഒരു ഡിസിഷനൊക്കെ എടുക്കാതെ വിവേകപൂർവ്വം ആലോചിച്ച് തനിക്ക് ഇണങ്ങുന്ന ജീവിത പങ്കാളിയാണോ എന്നൊക്കെ മനസ്സിലാക്കി ഒരു സെലക്ഷൻ നടത്താൻ ശ്രദ്ധിക്കണം. അതുപോലെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5 രാഹു പൊതുവെ ഒരു കൺഫ്യൂഷനൊക്കെ അവർക്കിടയിൽ ഉണ്ടാകും, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. അപ്പോൾ 5ാം ഭാവാധിപനാണെങ്കിൽ ഗുരു, ആ ഗുരു 7 നിൽക്കുന്ന സമയമാണ്. ലഗ്നാധിപനുമായിട്ട് ആ ഗുരുവിന് യോഗമുണ്ട്. അപ്പോൾ പ്രണയബന്ധത്തിൽ ചിലർക്ക് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാം. അതേസമയം ചിലർക്ക് ആ പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തുന്നതിനും സാധ്യത കാണുന്നുണ്ട്. കാരണം 5ാം ഭാവാധിപൻ 7 വരുന്നു. അതുപോലെ ദാമ്പത്യബന്ധം പൊതുവെ സന്തോഷകരമാകും. ഗുരുമംഗള യോഗം 7 എങ്കിലും നമ്മൾ ഈ സംസാരത്തിലൊക്കെ ഒരു കെയർ വേണം. ഹാർഷായിട്ടൊക്കെ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് അങ്ങനെ സംസാരത്തിലൊക്കെ ഒരു കെയർ ഉണ്ടായാൽ തന്നെ നമുക്ക് ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിച്ചു പോകാൻ കഴിയും. ഇനി കുടുംബജീവിതം നമ്മൾ ചിന്തിക്കുമ്പോൾ 2 കുജൻ്റെ ദൃഷ്ടിയുണ്ട്. 4 ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ആദ്യ 2 വാരം ശുക്രനും ബുധനുമൊക്കെ 4 ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ ആദ്യത്തെ ഒരു 3 വാരത്തോളം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും കുടുംബാന്തരീക്ഷമൊക്കെ സന്തോഷകരമാക്കുന്നതിനും സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. എങ്കിലും പൊതുവെ 4 ശനി നിൽക്കുന്നു. അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ ആ 4 സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സൂര്യനും ശനിയൊക്കെ ശത്രുഗ്രഹങ്ങളും കൂടെയൊക്കെയാണ്. അപ്പോൾ കഴിവതും ആ സമയത്തൊക്കെ ഒരു കുടുംബ അംഗങ്ങൾക്കിടയിൽ ഒരു നമ്മൾ ഒരു പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ഒരു ശ്രദ്ധയൊക്കെ വേണം. അതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ കുടുംബജീവിതം സുഖകരമാകും. അപ്പോൾ അതുപോലെ തന്നെ ഈ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിലവിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറുന്നതിനുമൊക്കെ അത് വഴിതെളിക്കും. ശുക്രൻ്റെയൊക്കെ 4 ദൃഷ്ടി പൊതുവെ നമുക്ക് ഭവനത്തിനും വാഹനത്തിനും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇപ്പോൾ ആഗസ്റ്റ് 1, 2, 11, 12, 24, 25, 28, 29, 30 ഈ തീയതികൾ
ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ അഥവാ മംഗളകർമ്മങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കഴിവതും ഒഴിവാക്കണം. അതുപോലെ പുത്തൻ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള അവയൊക്കെ ഈ ദിവസങ്ങളിലും മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പ്രധാന തീരുമാനങ്ങൾ, സുപ്രധാന തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നത് ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാനും ഈ കൂറുകാർ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഞാനിവിടെ പറഞ്ഞത് ഈ വൃശ്ചികക്കൂറുകാരുടെയും വൃശ്ചിക ലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, വൃശ്ചികക്കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും വൃശ്ചിക ലഗ്നം വരണമെന്നില്ല. കുറച്ച് പേർക്ക് വൃശ്ചിക ലഗ്നം വരാം, മറ്റുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശികൾ വരാം. ഇപ്പോൾ വൃശ്ചികക്കൂറും വൃശ്ചിക ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. അതേസമയം ഈ കൂറുകളിലെ നക്ഷത്രക്കാർക്ക് വ്യത്യസ്തമായിട്ടുള്ള ലഗ്നരാശിയാണ് വരുന്നതെങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചാൽ അവർക്ക് ആഗസ്റ്റ് മാസത്തിലെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് അത് സഹായകമാകും. മാത്രമല്ല, നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യതയെന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.